പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ജപമാല മാസത്തിൽ ശാലോം ചാനലിനോട് ചേർന്ന്, ടെലിവിഷൻ ടീമിനോട് ചേർന്ന് ലോകമെമ്പാടും ഏകദേശം 50 ലക്ഷത്തോളം ജപമാലകൾ ചൊല്ലി ലോകസമാധാനത്തിന് വേണ്ടി, കുടുംബ സമാധാനത്തിന് വേണ്ടി, കുടുംബ വിശുദ്ധീകരണത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകപ്പെട്ട് അവരുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, സഭ ശക്തീകരിക്കപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ചിരിക്കാം. നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങൾക്ക് ഈ നിമിഷം കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. സഹായകനായ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും, ഓരോ കുടുംബവും യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുവാനും യേശുവിൻ്റെ സ്നേഹത്തിൽ വളരുവാനും അവരുടെ കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും തകർക്കുന്ന എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിക്കുന്ന മാത്രയിൽ തന്നെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് വന്ന് നിറയുമല്ലോ. അപ്പസ്തോല പ്രവർത്തനം 10:44 പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഓ പരിശുദ്ധാത്മാവെ, ഇന്ന് ഈ ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വലിയ ശക്തിക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ യാചനാരൂപം നീട്ടിപ്പിടിച്ച് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ദൈവവചനം ശ്രവിക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. പറന്നിറങ്ങുന്ന പരിശുദ്ധാത്മാവേ, സ്ത്രീകന്മാരിലേക്ക് നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഉന്നതമായ പ്രസാദ വരങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഓരോ വ്യക്തി ഇപ്പോൾ നിറയട്ടെ. ഓരോ കുടുംബങ്ങളും യേശുവിന്റെ ആത്മാവിനെ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പരിശുദ്ധാത്മാവേ, ഉന്നതമായ പ്രസാദവരങ്ങൾ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ, ദാസർക്കേകണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നാം ഏവരും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉറക്കെ ആമേൻ. ഈശോ മിശിഹായ്ക്ക് പരസ്പരം കുടുംബാംഗങ്ങൾക്ക് അടുത്തിരിക്കുന്നവർ സ്തുതി കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരിയേറെ കേട്ടിട്ടുണ്ട്, ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഏറെ നമ്മൾ വളർത്തിക്കൊണ്ടുന്നൊരു വ്യക്തിയായിരിക്കാം. ദൈവം ഈ ഒരു ജപമാല മാസത്തിൽ പ്രത്യേകിച്ച് നമ്മളോട് ആവശ്യപ്പെടുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. വിശുദ്ധ അൽഫോൻസ് ഗ്രിഗറി ഇങ്ങനെയാണ് പറയുന്നത്: ഫലം വേണ്ടവർ വൃക്ഷത്തെ സമീപിക്കണം, യേശുവിനെ വേണ്ടവർ യേശുവിൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലണം. ഫലം വേണ്ടവർ വൃക്ഷത്തെ സമീപിക്കണം, യേശുവിനെ വേണ്ടവർ യേശുവിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം. നമുക്കറിയാം, നമുക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങളുടെയും എൻ്റെയൊക്കെ ജീവിതത്തിൽ അമ്മ
അത്ഭുതകരമായിട്ട് ഇടപെട്ട അനുഭവങ്ങളും സംഭവങ്ങളും വിവരിക്കാനുണ്ടാവാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോഴും സഭയുടെ പാരമ്പര്യം പരിശോധിക്കുമ്പോഴും പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ വണക്കവും ബഹുമാനവും ആദരവും ഒക്കെ സഭയിൽ നമ്മൾ ആദ്യകാലം തൊട്ട് നമ്മൾ കാണുകയാണ്. പിന്നീട് നമ്മൾ ബൈബിളിലേക്കൊന്ന് കടന്നു വന്ന് നോക്കിക്കേ. ബൈബിള് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞുകൊണ്ടാണ്, അല്ലേ? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു സ്ത്രീയാണ് പ്രിയപ്പെട്ടവരെ ആ ഹവ്വ എന്ന സ്ത്രീ. ആ ഹവ്വ എന്ന സ്ത്രീ പാപം ചെയ്തതിന് ശേഷം ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ വിദ്വേഷം ഏർപ്പെടുത്തും, അവൻ നിന്റെ തല തകർക്കും. അപ്പോൾ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ സ്ത്രീയെക്കുറിച്ച് പറയുകയാണ്. ഇനി ബൈബിൾ അവസാനിക്കുന്ന വെളിപാട് പുസ്തകത്തിൻ്റെയും നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ സൂര്യനെ ഉടയാടയാക്കുന്ന 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടമണിഞ്ഞ ഒരു സ്ത്രീയെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, കാൽവരി കുന്നിൽ വെച്ചും യേശു യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ ബൈബിൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒരു സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. 2 സ്ത്രീകൾ തമ്മിൽ ഒത്തിരിയേറെ സമാനതകളും ഉണ്ട്, അതോടൊപ്പം തന്നെ വൈരുദ്ധ്യങ്ങളും ഉണ്ട്. എന്താണ് സമാനതകൾ? 2 പേരെയും ദൈവം സൃഷ്ടിച്ചവരാണ്, 2 പേരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഒരു വ്യക്തി ഹവ്വ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ അമ്മയായി മാറിയെങ്കിൽ പരിശുദ്ധ കന്യാമറിയം രക്ഷിക്കപ്പെട്ട സഭയുടെ അമ്മയാണ്, ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാണ്. ഒരു സ്ത്രീ ഹവ്വ ദൈവഹിതത്തിന് വില കൊടുക്കാത്ത വ്യക്തിയാണെങ്കിൽ പരിശുദ്ധ കന്യാമറിയം എന്ന മറ്റേ സ്ത്രീ ആകട്ടെ ദൈവഹിതത്തെ മാനിക്കുകയും അത് ജീവിതത്തിൽ സ്വന്തമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തവളാണ്. ഒരു വ്യക്തി തന്നിലുള്ള കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ ജീവിത പങ്കാളിൽ കുറ്റം ആരോപിക്കുന്നവളാണെങ്കിൽ മറ്റൊരു വ്യക്തി തൻ്റെ ജീവിത പങ്കാളിയോട് ചേർന്ന് ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒത്തിരിയേറെ സമാനതകളും വൈവിധ്യങ്ങളും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ടവരെ ഈ 2 സ്ത്രീകളിലും കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ 2 രീതിയിലുള്ള ചിന്താധാരകളാണ് സാധാരണ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് സഭയിൽ നിലനിൽക്കുന്നത്. ഒന്നാമത്തെ ചിന്താരീതി എന്ന് പറയുന്നത് പരിശുദ്ധ കന്യാമറിയത്തിന് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തൃത്വത്തിലെ പോലെ തന്നെ സമാനമായ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്താധാര സഭയിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വിലയും കൊടുക്കാതെ രക്ഷകന് ജന്മം കൊടുത്ത ഒരമ്മ അത്ര മാത്രമേ ഉള്ളൂ അമ്മയുടെ സ്ഥാനം, ഒരു മുട്ടത്തോടാണെന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സ്ഥാനവും കൊടുക്കാതെ സാധാരണ ഒരു സ്ത്രീയായി ചിത്രീകരിക്കുന്ന ചിന്താധാരയും നമ്മൾ സഭയിൽ കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു പ്രബോധനം നമുക്ക് 2-ാം വത്തിക്കാൻ സുനകദോസിലാണ് നമുക്ക് ലഭിക്കുക. അവിടെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവമാതാവിൻ്റെ അനന്യമായ മഹത്വത്തെപ്പറ്റി നമ്മൾ പരിചിന്തനം ചെയ്യുമ്പോൾ തെറ്റായ അതിവർണ്ണനയോ അതിസങ്കുചിതമായ മനോഭാവമോ നമുക്ക് വേണ്ട. അതായത് തെറ്റായ അമിത പ്രാധാന്യം കൊടുക്കലും വേണ്ട, അതിസങ്കുചിതമായ ഒരു അവസ്ഥയും വേണ്ട. മറിച്ച് പറയുകയാണ്, ദൈവവചനവും സഭാപ്രബോധനങ്ങളും വിശുദ്ധ പാരമ്പര്യങ്ങളും തുല്യമായ ഭക്തിയോടും സ്നേഹത്തോടും കൂടെ ആദരിക്കപ്പെടേണ്ടതാണ്. ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കണം, അവൻ്റെ ജീവിതത്തിൽ സഭയുടെ പ്രബോധനങ്ങളും അതുപോലെ വിശുദ്ധ വചനവും സഭയുടെ പാരമ്പര്യങ്ങളും ഒരേപോലെ തന്നെ വിലയുള്ളതാണെന്നും ആദരിക്കപ്പെടേണ്ടതാണെന്നും ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും നമ്മളുടെ വത്തിക്കാൻ സെക്കൻഡ് ഡോക്യുമെൻറ്റിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സഭ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ നല്ല ഒരു സ്ഥാനം കൊടുക്കണം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക: അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുവിൻ, അവയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. വചനം മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചുള്ള പാരമ്പര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിൽ ഓർത്ത് നോക്കിക്കേ, ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ കണ്ടിരിക്കുന്ന പ്രാർത്ഥനാ രീതി എന്താ? നമ്മുടെ അപ്പച്ചനും അമ്മയൊക്കെ പ്രിയപ്പെട്ടവരെ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങൾ അടുത്ത് വന്ന് ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതല്ലേ? ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ആദ്യത്തെ പ്രാർത്ഥന ഈ ജപമാല ചെല്ലാൻ വേണ്ടി ആയിരിക്കില്ലേ? നന്മ നിറഞ്ഞ പറയുമെന്ന പ്രാർത്ഥനയ്ക്കായിരിക്കും നമ്മൾ പഠിച്ചിരിക്കുക. പക്ഷേ ഈ കാലഘട്ടത്തിൽ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാത്താൻ ഒരുക്കുന്ന ഒരു വലിയ കെണിയാണ് ജപമാല ചെല്ലുന്നതിൽ നിന്നും ദൈവജനത്തെ മാറ്റി നിർത്തുക എന്നുള്ളത്. ജപമാല എന്ന് പറയുന്നത് അനേകർക്ക് ഇന്ന് ഒത്തിരിയേറെ മടുപ്പാണ് ചെല്ലാൻ. ഇത് കരങ്ങളിൽ പിടിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലർക്കും അരോചകമാണ്. കഴുത്തിൽ ധരിക്കുന്നത് ഏതാണ്ട് അന്തസ്സിന് കുറവാണ് എന്നുള്ള രീതിയിലാണ് പലരുടെയും ജീവിതം. എന്നാൽ ഒരു കാര്യം എനിക്ക് പ്രിയപ്പെട്ടവരെ ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ഭക്തിയിൽ നമ്മൾ വളരുമ്പോൾ ആ ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ക്രിസ്തു ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കാനായിലെ കല്യാണ വേളയിൽ നമുക്ക് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല എന്ന് പറഞ്ഞ യേശുവിൻ്റെ മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ ആ ഒരു പ്രശ്നത്തിന്മേൽ, അല്ലെങ്കിൽ അവർക്ക് വീഞ്ഞില്ല എന്നുള്ള ആ പ്രശ്നം വന്നപ്പോൾ യേശു അമ്മയുടെ വാക്കു മാനിച്ച് ആ മകൻ അത് നിറവേറ്റി കൊടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാല കഴുത്തിൽ ധരിക്കുമ്പോൾ ആഭരണമാണ്, അത് കയ്യിൽ പിടിക്കുമ്പോൾ ഒരായുധമാണ്, സാത്താനെ തകർക്കുന്ന ഒരായുധമാണ്. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പരിശുദ്ധ അമ്മയെ വിളിക്കാതെ നമ്മുടെ ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടിയും പരിശുദ്ധ അമ്മയെ വിളിക്കണമെന്നുള്ളതാണ് എനിക്ക് ഇന്നേ ദിവസം നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ ഒരു കാര്യം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ വിളിക്കേണ്ടെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നൽകുന്നത് ആത്മീയപരമായ ഒരു ചൈതന്യമുണ്ട്. എന്താണെന്നറിയാമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മാതൃകയാണ്. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയാണ് വഴികാട്ടി. ഏത് പ്രതിസന്ധികൾ വന്നാലും, ഏത് ബുദ്ധിമുട്ട് വന്നാലും, റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുള്ള ബോധ്യത്തോടു കൂടി ആ പരിശുദ്ധ അമ്മ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആഴമുള്ള വിശ്വാസത്തിൽ ജീവിച്ചവളാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു വെല്ലുവിളിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികൾ കടന്നു വരാം. പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത നിമിഷങ്ങൾ എത്രയോ തവണ പ്രിയപ്പെട്ടവരെ നമ്മൾ തമ്പുരാന്റെ സന്നിധിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. കുടുംബത്തിൻ്റെ കടബാധ്യത മാറാൻ, വിവാഹം നടക്കാൻ, സ്ഥലം വിറ്റുപോകാൻ, ഭവനം പണിയാൻ ഒന്നും നടന്നിട്ടില്ല. എന്നിട്ടും ഇന്നും നിനക്ക് യേശുവിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കും. ഇന്നല്ലെങ്കിൽ നാളെ പരിശുദ്ധ അമ്മയെ പോലെ ആ വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് ലൂക്കാ 1:45 പറയുമ്പോൾ നമ്മളൊക്കെ ഭാഗ്യമുള്ളവരായി മാറും. എപ്പോൾ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അടിയുറച്ച വിശ്വാസത്തിൽ ജീവിക്കാനുള്ള ഒരു കൃപ ലഭിക്കുമ്പോൾ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാകേണ്ടത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും സഹനങ്ങളും വരുമ്പോൾ ആ സഹനത്തെ രക്ഷാകരമാക്കി മാറ്റുക വഴിയാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്തവരാരാ ഉള്ളത്? രോഗങ്ങൾ വരാം, ദുഃഖങ്ങൾ വരാം, ദുരിതങ്ങൾ വരാം, അനർത്ഥങ്ങൾ വരാം. എങ്കിലും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒത്തിരി വേദനിപ്പിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൊന്നോമന മകൻ പിടഞ്ഞ് 3 ആണികളിൽ മരിക്കേണ്ടി വരുന്നത് കാണേണ്ടി വരുന്ന ഒരു അമ്മയുടെ മനസ്സ് ഒന്ന് ഓർത്ത് നോക്കുക. ആ മകൻ്റെ ചേതനയേറ്റ ശരീരം മടിയിൽ കിടത്തിക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ അമ്മ അവനെ തലോടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വ്യഥ ഓർക്കുക. ഇത്രമാത്രം കഠിനമായ വേദനയുടെ നടുവിലും അത് ദൈവത്തിന് സമർപ്പിച്ച് ആ വേദനകളെയും ക്ലേശങ്ങളെയും സഹനങ്ങളാക്കി മാറ്റാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തുടർന്ന് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അപജയങ്ങൾ എടുത്തു മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയെപ്പോലെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാൻ വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു സങ്കടങ്ങൾ, വേദനകൾ, അതൊക്കെ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് അതെനിക്കും എൻ്റെ കുടുംബത്തിനും കൃപയ്ക്ക് അനുഗ്രഹമാകാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കാം. യേശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം
സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവായേശുനാഥ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. രണ്ട് കരങ്ങളും ഉയർത്തി അൾത്താരയിലേക്ക് നോക്കി. ആരാധന ആരാധന യേശുവേ ആരാധന. സ്വരമുയർത്തി പാടുന്നു. ആരാധന ആരാധന യേശുവേ ആരാധന. കൈകൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ തന്നെ നോക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി അതിരം തുറന്ന് മനസ്സ് തുറന്ന് സ്തുതിയുടെ സിംഹാസനങ്ങൾ വാഴുന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ മക്കളെ? കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മാലാഖമാരോടും വിശുദ്ധഗണങ്ങളോടും കൂടെ ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ ദൈവമേ, അങ്ങയുടെ വലിയ കരുണയെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ദൈവമേ കർത്താവേ, അങ്ങേ സ്തുതിക്കുമ്പോൾ, അങ്ങേ ആരാധിക്കുമ്പോൾ വലിയ വിടുതലുണ്ടല്ലോ, വലിയ സൗഖ്യമുണ്ടല്ലോ. കുടുംബത്തിന് മേലുള്ള, വ്യക്തി ജീവിതത്തിന്മേലുള്ള എല്ലാ കെട്ടുകളും തകർക്കപ്പെടുവാൻ ദൈവത്തിന്റെ കരം ഇപ്പോൾ ഞങ്ങളുടെ മേൽ വരട്ടെ. ഹല്ലേലൂയ. കൈകളടിച്ച് കരങ്ങൾ കൊട്ടി എല്ലാവരും ചേർന്ന് ദൈവത്തെ പാടി ആരാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകളടിച്ച് കൈകൾ കൊട്ടി എല്ലാവരും ചേർന്ന് ദൈവത്തെ പാടി ആരാധിക്കുകയാണ്. നിൽക്കുന്ന സ്ഥലങ്ങളിൽ കരങ്ങളടിച്ച് വിശ്വാസത്തോടെ ഉൾക്കണ്ണുകൾ കൊണ്ട് യേശുവിനെ കണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ. നിത്യപിതാവേ ആരാധന നിത്യസത്യമേ ആരാധന നിത്യപിതാവേ ആരാധന. എല്ലാവരും ചേർന്ന് പാടാമോ? നിത്യസത്യമേ ആരാധന നിത്യാത്മാവേ ആരാധന നിതാന്ത സ്നേഹമേ ആരാധന നിത്യപിതാവേ ആരാധന നിത്യസത്യമേ ആരാധന നിത്യാത്മാവേ ആരാധന നിതാന്ത സ്നേഹമേ ആരാധന ആരാധന അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന. എല്ലാവരും ചേർന്ന് പാടുകയും ആരാധന അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന. കൈകൾ താഴ്ത്തിയടിച്ച് ഇരുവശങ്ങളിലേക്ക് മെല്ലെ കാലുകളൊന്ന് ചലിപ്പിച്ച് കൈകൾ കൊട്ടി എല്ലാവരും ചേർന്ന് ദൈവത്തെ പാടി ആരാധിക്കുകയാണ്. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിക്കുന്ന സമയമാണ്. ഓ ദൈവമേ, മാലാഖമാരോട് ചേർന്ന് ഭൂവാസികളോട് ചേർന്ന് ഞങ്ങളും അങ്ങേ പാടി സ്തുതിച്ച് ആരാധിക്കുന്നു. കൈകളടിച്ച് സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ. ആമേൻ ആമേൻ. ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. ചേർന്ന് പാടാമോ? സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ. ഗ്ലോറി ഗ്ലോറി. ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. കൈകൾ ഉയർത്തി വീശി ആരാധന ആരാധന അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക്. എല്ലാവരും ചേർന്ന് അവർക്ക് പാടാമോ? ആരാധന അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന
രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി അതിരം തുറന്ന് യേശുവേ എന്ന് ഉറക്കെ വിളിക്കാമോ എല്ലാവരും ചേർന്ന്? യേശുവേ, ഹല 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 ഹല. കുടുംബങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. വ്യക്തിയുടെ ജീവിതങ്ങളിലേക്ക് ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. ഓ കർത്താവേ, അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. റോമ 10:13 വചനത്തിന്റെ അഭിഷേകത്താൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തെ ഉറക്കെ വിളിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ദൈവത്തിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ദൈവശക്തി വ്യാപരിക്കട്ടെ. രോഗികളുടെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഓ ബന്ധിതരുടെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ദുഃഖത്തിലും കടബാധയിലും കഴിയുന്നവർ ദൈവഭക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഈ അൾത്താരയിൽ നമ്മുടെ മധ്യേ ആയിരിക്കും തമ്പുരാനെ ഒന്ന് കാണാം. യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ ശക്തിയും നമുക്ക് അനുഭവിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം വർഷങ്ങൾക്ക് മുമ്പ് കുറേ അത്ഭുതങ്ങൾ ചെയ്ത് കടന്നുപോയ വെറും ഒരു ചരിത്ര പുരുഷനല്ലെന്ന് തിരിച്ചറിയാം. ഇന്നും ഈശോ ജീവിക്കുന്നുണ്ട്. ഇന്ന് അവിടുന്ന് വചനത്തിലൂടെ ജീവിക്കുന്നുണ്ട്, ദിവ്യകാരുണ്യത്തിലൂടെ ജീവിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരിലും കൂടെ യേശു ജീവിക്കുന്നുണ്ട്. യേശുവേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരെ എല്ലാം അവിടുന്ന് രക്ഷിക്കാൻ പോകുന്നവനാണല്ലോ. ഇന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ആഴത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളാക്കി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതവും ഞങ്ങൾക്ക് നൽകുന്ന മാതൃക അതാണല്ലോ. ഓ പരിശുദ്ധ അമ്മേ, കർത്താവ് അരുളി ചെയ്ത ഓരോ കാര്യങ്ങളും നിറവേറുമെന്ന് വിശ്വസിച്ചവളാണല്ലോ നീ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും യേശുവിൻ്റെ അത്ഭുതം സംഭവിക്കാതിരിക്കാൻ കാരണം ഞങ്ങളുടെ വിശ്വാസക്കുറവാണ് നിങ്ങൾ തിരിച്ചറിയുന്നു. പരിശുദ്ധ അമ്മേ, നീ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഏതെങ്കിലും അപജയങ്ങൾ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അമ്മയുടെ പ്രത്യേക സംരക്ഷണം ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഗ്രിഗരി പറഞ്ഞതുപോലെ യേശുവിനെ വേണ്ടവർ യേശുവിൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് ചെല്ലേണ്ടത്. നീ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണയുടെ കര നീട്ടി അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് നമ്മൾ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. വിശ്വാസമില്ലാതെ വിഷമിക്കുന്നവർ, വിശ്വാസ ജീവിതത്തിൽ, കൂദാശ ജീവിതങ്ങളിൽ ഒത്തിരിയേറെ താല്പര്യമില്ലാതെ കഴിയുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ കുടുംബത്തിലെ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ ഈ ലോകത്തിൻ്റെതായ രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. ആ രൂപിയിൽ നിന്ന് പുറത്തു കടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളുടെ കുറവ് പരിഹരിക്കണമേ. പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വിശ്വാസമാണ്. അമ്മയെ പ്രാർത്ഥിക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ ദൈവത്തോടെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ തക്കവ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമേ. രോഗികളായിരിക്കുന്ന അനേകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ലോകമെമ്പാടും കോവിഡ് എന്ന മഹാവ്യാധി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പേര് ജോലിയില്ലാതെ വിഷമിക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ കരുണയുടെ കര നീട്ടണമേ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങയുടെ ഒരു തുള്ളി രക്തം അയച്ച്, ഒരു തുള്ളി രക്തമൊഴുക്കി രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. ഓ ദൈവമേ, ആശുപത്രികളിൽ ചികിത്സയിലായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവരെയും സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, രണ്ട് കരങ്ങൾ യാചനാരൂപത്തിൽ നീട്ടിപ്പിടിക്കാമോ തമ്പുരാൻ്റെ സന്നിധിയിൽ? ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, രോഗികളായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം, വിശ്വാസം ഇല്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഓ ദൈവമേ, അങ്ങയുടെ വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ യാചന നീട്ടിപ്പിടിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിശ്വാസ ജീവിതത്തിൽ ഒത്തിരിയേറെ പിന്നോട്ടടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസമില്ലാത്ത കുടുംബങ്ങളുടെ മേൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, രോഗികളുടെ മേൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, പാപബന്ധനം കഴിയുന്നവരുടെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന. ദൈവശക്തി വ്യാപരിക്കട്ടെ. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപിയാണ് യേശുവേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു
എല്ലാവരും ചേർന്ന് ഈശോയുടെ നേരെ നോക്കിക്കൊണ്ട് പാടാമോ? കരുണ തോന്നണേ യേശുവേ, യേശുവേ, അലിവു തോന്നണേ. പാപിയാണ് യേശുവേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ തുടർന്ന് ഒരു രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമ്മൾ എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാമോ? നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ണടച്ച് നിൽക്കാം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് രോഗപീഠ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൈ ഒന്ന് ചേർത്ത് വെക്കാമോ? ലൂക്ക 6:19 അവൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരും സുഖപ്പെടുത്തി. ശിരസ് സംബന്ധമായ രോഗമുള്ളവർ ശിരസിലേക്ക് കൈ ഒന്ന് ചേർത്ത് വെച്ച്. നിങ്ങളുടെ കണ്ണുകൾക്ക് പ്രശ്നമുള്ളവർ കണ്ണിലോട്ട് കൈ ഒന്ന് ചേർത്ത് വെക്കാമോ? നിങ്ങളുടെ തൊണ്ട, നിങ്ങളുടെ കഴുത്ത്, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ഉദരം, നിങ്ങളുടെ നട്ടെല്ല്, നിങ്ങളുടെ കാൽമുട്ട്, ഏതെങ്കിലും ഭാഗത്ത് പ്രത്യേകമായ വേദനയോ രോഗമോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൈ ഒന്ന് ചേർത്ത് വയ്ക്കുക. ശരീരമാസകല രോഗപീഠയാണുള്ള വ്യക്തിയാണ് നീയെങ്കിൽ 2 കരങ്ങളും ശിരസിനോട് ചേർത്ത് വയ്ക്കുക. ഇനി നിനക്ക് പ്രത്യേക രോഗമൊന്നുമില്ല, മറ്റാർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രിയ മക്കളെ, നിങ്ങളുടെ കരങ്ങൾ കുരിശാകൃതി നെഞ്ചോട് ചേർത്ത് വെച്ച് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നോ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങളുടെ രാജാവാണ്. യേശുവിൻ്റെ കരം നിങ്ങളുടെ കരത്തോട് ചേർന്നിരിക്കട്ടെ. യേശുവിനെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ യോഹന്നാൻ 11:40 നീ ദൈവ മഹത്വം ദർശിക്കും. അതെ, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവ മഹത്വം ദർശിക്കും. മരിച്ചു മണ്ണിടിഞ്ഞ ലാസറിന്റെ കുഴിമാടത്തിൽ നിന്നാണ് യേശു പറഞ്ഞത്. നമ്മുടെ യേശു ഇന്നും സൗഖ്യം നൽകുന്നവനാണ്. യേശുവിന്റെ രക്തം ഒഴുകട്ടെ. 1 പത്രോസ് 2:24 അവന്റെ മുറിവിനാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരായി. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ തിരുരക്തം ഒഴുകട്ടെ. ഓ കർത്താവേ, അങ്ങയുടെ അണിപ്പാടുള്ള കരം ചേർത്ത് വെച്ച് ഞങ്ങളെ തൊടണമേ. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ കർത്താവെ, ഈ മക്കൾ ഒരുമിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗത്തിന് കാരണമായ എല്ലാ തിന്മയുടെ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, നിങ്ങൾ എൻ്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തും. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ച് അരുളി ചെയ്ത ദൈവമേ, രോഗത്തിന് കാരണമായ എല്ലാ അന്ധകാര ശക്തി വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓ ദൈവമേ, വിശ്വാസത്തിന്റെ കുറവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, വിശ്വാസമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയൻ അകന്നു നിൽക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ. രോഗത്താൽ മുറിവേറ്റവര്, ഓ ദൈവമേ, പാപത്തിന്റെ ദംശനത്താൽ ആത്മാവ് മരിച്ചുപോയ അവസ്ഥയിൽ കഴിയുന്നവര് എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രിയമക്കളെ, നിങ്ങൾ കൈ എവിടെ വെച്ചിരിക്കുന്നു അവിടേക്ക് തന്നെ കൈ ചേർത്ത് വെക്കുക. ഈശോ ഇതാ നിങ്ങളെ സ്പർശിക്കാൻ പോവാണ്. കണ്ണടച്ച് ഒന്ന് ഉറക്കെ സ്തുതിച്ച് സുഖമാക്കണമേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, അങ്ങയുടെ കരുണയേറിയ കരം നീട്ടി അനുഗ്രഹിക്കണമേ. ആണിപ്പാടുള്ള കരം നീട്ടി അനുഗ്രഹിക്കണമേ. തിരുരക്തം ഒഴുകട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ തിരുരക്തം ഒഴുകട്ടെ. രോഗഗ്രസ്തമായ ഓരോ കോശങ്ങളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രോഗങ്ങളെല്ലാം യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യത നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയെ നിലവിളിച്ച് പ്രാർത്ഥിച്ച ബർത്തിമേയോസിന്റെ പ്രാർത്ഥന കേട്ട് അവന് സൗഖ്യം കൊടുത്ത കർത്താവേ, സുഖമാക്കണമേ, സുഖമാക്കണമേ ഈശോയേ. ജീസസ്, ഓ ജീസസ്, സുഖമാക്കണേ എൻ്റെ ഈശോയേ, ഈശോയെ സുഖമാക്കണേ. എല്ലാവരും ചേർന്നോട് ചേർന്ന് പാടാമോ? സുഖമാക്കണേ, സുഖമാക്കണേ ഈശോയേ, ഈശോയെ സുഖമാക്കണേ. 2 കരങ്ങൾ ഉയർത്തി അൾത്താരിയിലേക്ക് കൈ ഉയർത്തി ഈശോയെ നോക്കി ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് പാടട്ടെ. സുഖമാക്കണേ, സുഖമാക്കണേ. ഓ ജീസസ്, ഈശോയേ, ഈശോയെ സുഖമാക്കണേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. തുടർന്ന് നമ്മൾ ജപമാലയിലേക്ക് പ്രവേശിക്കുകയാണ്. ജപമാല കരങ്ങളിലുള്ളവരെല്ലാവരും ഇപ്പോൾ ജപമാല കരങ്ങളെടുത്ത് നമുക്ക് ജപമാല പ്രാർത്ഥനയിലേക്ക് ഭക്തിയോടുകൂടി നമുക്ക് പ്രവേശിക്കാം. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, നിസ്സാരരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു.
എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാത്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് യേശുമിശിഹ ജോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാന്റെ കരങ്ങളിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവിടുത്തെ മേൽ എഴുന്നള്ളി വരികയും ചെയ്തു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടിയ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായത്തോടുള്ള ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ കാനായിൽ വെച്ച് വിവാഹ വിരുന്നിന്റെ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ വെള്ളം വീഞ്ഞാക്കി തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ജോർദാനിലെ മാമോദിസായ്ക്കും മരുഭൂമിയിലെ ഒരുക്കത്തിനും ശേഷം ദൈവരാജ്യത്തിന്റെ ആഗമനത്തെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കുവാൻ ആരംഭിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ.
പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ താബോർ മലമുകളിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ രൂപാന്തരപ്പെട്ട് തൻ്റെ സ്വർഗീയ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി എന്ന് ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സുഹയോൻ ഒടിശാലയിൽ വെച്ച് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും അവർക്ക് സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന നൽകുകയും ചെയ്ത ശേഷം അവിടുത്തെ സ്നേഹത്തിൻ്റെ ശ്വാസത സ്മാരകമായ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.
നന്മ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പേ, സ്ലേഹന്മാരായ വിശുദ്ധ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന ഞങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവവര പ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്യന്ത വിരക്തയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കനകമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ,
രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിനേറ്റവും യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാന പൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലിഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവരെയും അനുഗ്രഹീതയുമായ കനികാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കം പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങൾ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധരാജ്ഞി, കരുണയുള്ള മാതാവേ, സ്തുതി. ഞങ്ങൾ ജീവനും മാധുര്യമേ ശരണമേ, സ്തുതി. ഭാവങ്ങൾ പുറത്തുള്ള പ്രധാനങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരിഞ്ഞ് അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ദുരിതത്തിന് അനുഗ്രഹീതമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും കനികാമറിയമേ. ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നെൻസ് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങൾ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തോട് വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃസമേശ്വരിൽ കേട്ടില്ല എന്ന് ഓർക്കണമേ. കനികളുടെ രാജ്ഞിയായ കനികേ, ദേവമാതാവേ, ഈ ശ്വാസത്തിൽ നിന്റെ പ്രഭാതത്തിൽ ഞങ്ങളെയോ ഞാൻ നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. മാതാവേ, എന്നെ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടണമേ. ആമേൻ. കരങ്ങൾ കൂപ്പാം, മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. സമാപന ആശീർവാദത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മത്തിനു മുക്തി
മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമുടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.